ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഉസീകും ഇബാദല്ലാഹ് വഇയ്യായ ബിതഖ്വല്ലാഹ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ചില അടിസ്ഥാനപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആദ്യ സെഷൻ അവസാനിച്ചു. അടുത്തതായി സമകാലിക മുസ്ലിം ലോകം, പ്രശ്നങ്ങളും പ്രതിവിധികളും എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സമകാലിക മുസ്ലിം ലോകം വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നാം ഭൗതികമായ പ്രശ്നങ്ങളും വെല്ലുവിളികളും മാത്രമാണ് പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളതും ചർച്ച ചെയ്യാറുള്ളതും. ഉദാഹരണത്തിന്, മുസ്ലിങ്ങൾ ഭൗതികമായ വെല്ലുവിളികൾ, ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്ന ഫലസ്തീനിലെ പ്രശ്നങ്ങൾ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മ്യാൻമാറിലെ കൂട്ടക്കൊലകൾ, പല നാടുകളിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ ഉന്മൂലനങ്ങൾ, 1990കളിലോ മറ്റോ ഒക്കെ നടന്ന ബോസ്നിയയിലെ സെർബുകളുടെ കൂട്ടക്കൊലകൾ, ഇതൊക്കെ ഈ അടുത്ത കാലത്ത്, നമ്മുടെ കാലത്ത് മുസ്ലിം സമൂഹം നേരിട്ട വലിയ ഭൗതികമായ പരീക്ഷണങ്ങളും വെല്ലുവിളികളുമായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആരംഭത്തിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം റഷ്യയിലും ചൈനയിലുമൊക്കെ നടമാടിയപ്പോൾ റഷ്യയിൽ മാത്രം 10 കോടി മുസ്ലിങ്ങളെ കൊലപ്പെടുത്തുകയുണ്ടായി. കാരണം റഷ്യ എന്ന പ്രദേശം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ ചരിത്രപ്രസിദ്ധമായ പ്രദേശങ്ങളടങ്ങിയ ഭൂപ്രദേശങ്ങളാണ്. പിന്നീട് 1917 ബോൾഷെവിക് റഷ്യൻ വിപ്ലവത്തോടുകൂടി പിടിച്ചടക്കപ്പെടുകയും ആ പ്രദേശങ്ങളിലെ ഇസ്ലാമിക നാഗരികതയെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കുകയും ചെയ്തത്. നമുക്കറിയാം, ഇമാം ബുഖാരിയുടെ നാട് റഷ്യയിലാണ്. അതുപോലെ തിർമുദി, അതുപോലുള്ള ഒരുപാട് പണ്ഡിതന്മാർ ആ പ്രദേശത്ത്, ഇമാം ഷാഷി ഹനഫി മദ്ഹബിലെ ഏറ്റവും വലിയ ഫിഖ് ഗ്രന്ഥത്തിൻ്റെ കർത്താക്കളാണ്. ഇതുപോലുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗീസിസ്ഥാൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന തുർക്കിസ്ഥാനു ഷർക്കിയ, കിഴക്കൻ തുർക്കിസ്ഥാൻ എന്ന പേരിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന വലിയൊരു ഭൂപ്രദേശം പിന്നീട് റഷ്യ പിടിച്ചടക്കുകയും കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടപ്പാക്കുകയും മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുകയും വിശുദ്ധ ഖുർആനും മസ്ജിദുകളുമൊക്കെ തകർക്കുകയും ചെയ്ത 100 കൊല്ലത്തോളം ഇസ്ലാം അന്യാധീനപ്പെട്ട, ഇസ്ലാമിൻ്റെ അഭാവത്തിൽ ജീവിക്കേണ്ടി വന്ന വലിയൊരു പ്രദേശം. അതിൻ്റെ തുടർച്ചയായിട്ട് ചൈനയും. ഈ 2 രാജ്യങ്ങളും ഇസ്ലാമിൻ്റെ സംസ്കൃതിയെ, ഇസ്ലാമിക നാഗരികതയെ, ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തെ, പൈതൃകത്തെ തകർക്കുകയുണ്ടായി, മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുകയുണ്ടായി. ഇതൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന സംഭവങ്ങളാണ്. ഈ നൂറ്റാണ്ടിൽ നടന്ന സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും പത്രങ്ങളിലൂടെ വളരെ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. ഭൗതികമായ ഇസ്ലാം നേരിടുന്ന വെല്ലുവിളികൾ. എന്നാൽ ഈ ഭൗതികമായ വെല്ലുവിളികളെക്കാൾ ഇസ്ലാം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് അൽ ഗസ്വുൽ ഫിക്രി, സാംസ്കാരിക അധിനിവേശം.
ഇത് പലപ്പോഴും നാം ചർച്ച ചെയ്യാറില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം നാം ഉൾക്കൊള്ളാറില്ല. ഇപ്പം നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം മുസ്ലിം സമുദായം നേരിടുന്ന സ്ത്രീകളുടെ ഇസ്ലാമിൽ നിന്നുള്ള, മതത്തിൽ നിന്നുള്ള പുറത്തുപോകൽ, സ്ത്രീകളുടെ ഇസ്ലാമിക സംസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് ഫെമിനിസവും ലിബറലിസവും സ്വീകരിച്ചുകൊണ്ട് വിവാഹത്തോട് വിമുഖത കാണിക്കുന്ന സ്ത്രീകൾ, പുരുഷവേഷം ധരിച്ച പെൺകുട്ടികൾ, അതുപോലെ ജോലി, ഞങ്ങൾ പുരുഷന്മാരെ പോലെ ജോലി ചെയ്യും, ജോലി ചെയ്ത് സ്വന്തം കാലിൽ ജീവിക്കും, ഞങ്ങൾ ആരുടെയും അടിമകളാകാനോ അല്ലെങ്കിൽ ആരുടെ കീഴിൽ ജീവിക്കാനോ ആർക്കും അനുസരിക്കാനോ തയ്യാറല്ല തുടങ്ങിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ കേരളീയ സമൂഹത്തിൽ, ലോക സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അറിയാതെ മതനേതൃത്വങ്ങൾ ഇരുട്ടിൽ തപ്പുകയാണ്. മതനേതൃത്വങ്ങൾക്ക് ഇതിനെ യാതൊന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായി ഓരോ രക്ഷിതാക്കളും അവരുടെ വീടുകളിൽ തന്നെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ കൈമലർത്തുന്ന അവസ്ഥ ഇന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും ശക്തമായിട്ട്, ഒരുപക്ഷെ കേരളത്തിന് പുറത്ത് ഇത് ഇത്ര ശക്തമായിട്ട് ഇല്ല. കാരണം എന്താണോ, പാശ്ചാത്യ ഭൗതിക വിദ്യാഭ്യാസത്തിൽ മാത്രം നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇസ്ലാമിക സംസ്കാരം, ഇസ്ലാമിക മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെ അവഗണിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി സ്വാഭാവികമായിട്ട് ഈ പാശ്ചാത്യ വിദ്യാഭ്യാസ അതിൻ്റെ ഉപജ്ഞാതാക്കൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം സ്വാഭാവികമായിട്ടും അത് മർക്കസി എന്ന് പേരിട്ടാലും മജ്മഅ എന്ന് പേരിട്ടാലും മഅദീൻ എന്ന് പേരിട്ടാലും എന്ത് പേരിട്ടാലും അവിടെയൊക്കെ പാശ്ചാത്യ വിദ്യാഭ്യാസമാണോ കൊടുക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന തലമുറ സ്വാഭാവികമായിട്ടും പാശ്ചാത്യ സംസ്കാരം ശീലിക്കുന്നവരായിരിക്കും. ഇന്ന് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഫണ്ടിങ് നൽകുന്ന ആഗോള ഏജൻസികൾ, നമ്മളെ കുട്ടികൾക്ക് കഞ്ഞിയും പാലും സ്കൂളിൽ യഥേഷ്ടം കൊടുക്കുന്ന, ഇവർക്ക് ഫണ്ടിങ് നൽകുന്ന ആഗോള ഫ്രീമേഴ്സൺ ഏജൻസികൾ, അവർ ഈ ഫണ്ടിങ് കൊടുക്കുമ്പോൾ, വിദ്യാഭ്യാസത്തിന് ഫണ്ടിങ് കൊടുക്കുമ്പോൾ അവർ ചില ഷർത്തുകൾ വെക്കുന്നുണ്ട്. ഞങ്ങൾ സ്കൂളിൽ നിങ്ങളുടെ സിലബസിൽ ഇന്ന കാര്യം പഠിപ്പിക്കണം, അഥവാ നിങ്ങൾ ജെൻഡർ ന്യൂട്രാലിറ്റി പഠിപ്പിക്കണം, ആണും പെണ്ണും അല്ലാത്ത മനുഷ്യൻ വലുതായതിനു ശേഷമാണ് എൻ്റെ ജെൻഡർ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്. ഈ രീതിയിൽ മിക്സഡ് വിദ്യാഭ്യാസം, ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഓർഡിനൻസ് ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയൊരു ഓർഡിനൻസ് ഉണ്ട്. അത് പല രാജ്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്, പല രാജ്യങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച രാജ്യങ്ങളൊക്കെ നടപ്പാക്കണം. ഓർഡിനൻസ് പേര് ഞാൻ മറന്നു, ഒരു ഷോർട്ട് പേരാണ്. അപ്പോൾ ഈ ഓർഡിനൻസിൽ പറയുന്നത് സ്കൂളിൽ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ്. അഥവാ ആൺകുട്ടികൾക്ക് വേറെ ബെഞ്ചും പെൺകുട്ടികൾക്ക് വേറെ ബെഞ്ചും പാടില്ല, ഒരേ ബെഞ്ചിൽ ഒന്നിച്ച് പെൺകുട്ടികളെ ഇരുത്തണം എന്നതാണ്. ഇത് ഐക്യരാഷ്ട്രസഭയാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ വിചാരം ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണെന്നാണ്. ഈ ഐക്യരാഷ്ട്രസഭ എന്നത് മതവിരുദ്ധ, മതങ്ങളെ ഇല്ലാതാക്കുന്ന ഏജൻസികൾ ഫണ്ട് ചെയ്യുന്ന പ്രസ്ഥാനമാണ്. അവർ പുതിയ ഓർഡിനൻസുകൾ അവരുടെ അംഗരാജ്യങ്ങളെ കൊണ്ട് നടപ്പാക്കും. അതിലംഗത്തെടുത്ത ആളുകൾക്ക് അത് നടപ്പാക്കേണ്ടി വരും. അങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ, സംസ്കാരത്തിലൂടെ, പൈതൃകത്തിലൂടെ മതനിരാസമുള്ള, മതമൂല്യങ്ങളെ അവഗണിക്കുന്ന ഒരു സമൂഹത്തെ ഐക്യരാഷ്ട്രസഭയും അതിൻ്റെ മറ്റ് ഏജൻസികളും നടപ്പാക്കും. ഇതൊന്നും അറിയാതെ നമ്മളെ കുട്ടികളെ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കും. എന്നിട്ട് ആ കുട്ടികൾ വഴിവെച്ച് പോവും, നമ്മൾ അന്തം വിടും. അതാണ് ഇന്നിവിടെ നടക്കുന്നത്.
അപ്പോൾ നമ്മൾക്ക് സാംസ്കാരിക അധിനിവേശത്തെക്കുറിച്ച് അൽ ഖസ്വുൽ ഫിക്രി, ഇപ്പോൾ ചില ലോകത്തുള്ള അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളൊക്കെ റിസർച്ചിന് ഫണ്ട് നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് നെതർലാൻഡ് സ്കോളർഷിപ്പ്, നെതർലാൻഡ് എന്ന് പറഞ്ഞ രാജ്യം, ഡച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന രാജ്യം, അവിടുത്തെ യൂണിവേഴ്സിറ്റി പല സ്കോളർഷിപ്പുകളും നൽകുന്നുണ്ട്. ഈ സ്കോളർഷിപ്പിലൂടെ അവർ നടപ്പാക്കുന്നത് മുസ്ലിം രാജ്യങ്ങളിലെ ചെറുപ്പക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ആ നാട്ടിലെ ഇസ്ലാമിക പൈതൃകങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിക്കും. ഇത്തരം ഗവേഷണങ്ങളിലൂടെ ഇവർ ആ സമൂഹത്തിൻ്റെ വീക്ക് പോയിൻ്റ് കണ്ടുപിടിക്കും. ഇപ്പോൾ കേരള മുസ്ലിങ്ങളുടെ 19-ാം നൂറ്റാണ്ടിലെ കേരള മുസ്ലിങ്ങളുടെ കുടുംബജീവിതം അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ജീവിതമൊക്കെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരുപാട് ഉദവികളൊക്കെ നെതർലാൻഡ് സ്കോളർഷിപ്പിലൂടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾക്ക് 2 കോടിയൊക്കെയാണ് ഒരു ഗവേഷണത്തിന് കിട്ടുന്നത് നെതർലാൻഡ് കേരളത്തിലെ ചില ഉദവികൾക്കൊക്കെ. അപ്പോൾ ഇവർ ഇപ്പോൾ ഒരാൾ നടത്തിയ ഗവേഷണം മരുമക്കത്തായം കേരളത്തിൽ എന്നാണ്. ഈ മരുമക്കത്തായം ഇസ്ലാമിന് നിരക്കാത്ത ഒരാചാരമാണ്. അപ്പോൾ കേരള മുസ്ലിം ജീവിതത്തിലെ അനിസ്ലാമികമായ, ഇസ്ലാം വിരുദ്ധമായ പോയിന്റുകളെ കണ്ടെത്തുകയും ആ പോയിന്റുകളെ പിന്നീട് മുസ്ലിം സമുദായത്തിൽ വളർത്തുകയും അതിലൂടെ അവരെ മതനിരാശരാക്കുകയും ചെയ്യുന്ന വലിയ പ്രോജക്റ്റുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൈനുദ്ദീൻ മഖ്ദൂം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഖുർആനും ഹദീസും ഒക്കെ പഠിച്ച ആളുകൾ അദ്ദേഹത്തിൻ്റെ കാലത്തും ഈ മരുമക്കത്തായുണ്ട്. ഈ മരുമക്കത്തായം എങ്ങനെ ഈ തലശ്ശേരിയിലെയും കോഴിക്കോട്ടെയും പൊന്നാനിയിലെയും മുസ്ലിങ്ങൾ എങ്ങനെ ഇത് അനുഷ്ഠിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഖുർആനും ഹദീസിനും നേർ വിപരീതമായ ആചാരമാണ് മരുമക്കത്തായം. അത് കേരള മുസ്ലിങ്ങളിൽ എങ്ങനെ നടപ്പായി എന്നത് അദ്ദേഹം അത്ഭുതം കൂറുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഇസ്ലാം വിരുദ്ധമായ ആഘോഷങ്ങൾ, ഇപ്പോൾ മൊഹീദ്ദീൻ, നമ്മൾ വയറിൽ വരുമ്പോൾ തമാശ പറയുന്ന മൊഹീദ്ദീൻ മാലയെ അറബി മലയാളം പഠിച്ച് ഒരു ഇസ്രായേലിലൊരു ജൂത വനിത കേരളത്തിൽ വന്നിട്ട് അറബി മലയാളം പഠിച്ച് മൊഹീദ്ദീൻ മാലയെ കുറിച്ചിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് മൊഹീദ്ദീൻ മാല എന്നൊരു തമാശയാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കാര്യമുള്ള കാര്യമാണ്. കാരണം ഒരു സമൂഹത്തെ എങ്ങനെ അവർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ സാധിക്കും എന്നതാണ് അവർ ഈ ഗവേഷണത്തിലൂടെ പഠിക്കുന്നത്. അപ്പോൾ നാം നേരിടുന്ന വെല്ലുവിളികൾ, ഒന്ന് ആദർശപരമായ വെല്ലുവിളിയാണ്. നമ്മുടെ ആശയത്തെ നേരിടുന്ന, നമ്മൾ അഹ്ലുസുന്നയുടെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വിശ്വാസധാരയിൽ നിന്ന് ആളുകളെ തെറ്റിക്കുന്ന വലിയ പദ്ധതികൾ. അത് ഉള്ളിൽ നിന്നുള്ള പദ്ധതികളുണ്ട്, പുറത്തു നിന്നുള്ള പദ്ധതികളുണ്ട്. ഉള്ളിൽ നിന്നുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ് സൂഫിസം, ഷീയിസം തുടങ്ങിയ വലിയ പദ്ധതികൾ. ഇതിന് അമേരിക്ക, ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധ പാശ്ചാത്യ രാജ്യങ്ങൾ, യൂണിവേഴ്സിറ്റികളൊക്കെ വലിയ ഫണ്ട് നൽകി സൂഫിസത്തെക്കുറിച്ച് വലിയ ഗവേഷണങ്ങൾ, ഷീയിസത്തിൻ്റെ മുസ്ലിം ലോകത്തിൻ്റെ കുതിര കയറുവാൻ, അധിനിവേശം നടത്താൻ എല്ലാ കഴിവും എല്ലാ ശക്തിയും നൽകുന്നു. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു, നമ്മളെ കേരളത്തിലുള്ള ആളുകൾ എത്രമാത്രം ശക്തമായിട്ട് ആഗോള സൂഫിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത്. ഒരൊറ്റ ഉദാഹരണം പറയുക. കേരളത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു സൂഫിയാണ് യമനിലെ അലി ജിഫ്രി. ഇവിടെ മർക്കസിലും ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. ഇയാൾക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലെ പാർലമെൻറ്റുകളിൽ യഥേഷ്ടം പോയി പ്രസംഗിക്കാൻ പോലും സ്വാധീനമുള്ള മാതാമൃതാനന്ദമയെ പോലുള്ള വലിയൊരു വ്യക്തിയാണ്. ഇയാളെ ഒരു ഉസ്താദാണ്. ഇയാളെപ്പോലുള്ള മറ്റൊരു ആഗോള സൂഫിയാണ് അമേരിക്കയിലെ ഹിഷാം ഖബ്ബാനി. ഇവർ രണ്ടാളുടെയും ഉസ്താദാണ് സൈപ്രസിലെ നാദിം ഹക്കാനി. ഇവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു. കാന്തപൂരും നാദിം മക്കാനിയും ഹിഷാം ഖബ്ബാനിയും അലി ജിഫ്രിയും അലി ജുമയൊക്കെ ഒരേ ധാരയുടെ വ്യത്യസ്ത വക്താക്കളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരമായി സന്ദർശിക്കുന്ന ആളുകളാണ്. ഈ ഹിഷാം ഖബ്ബാനിയുടെ ഒരു ഉസ്താദാണ് പാകിസ്ഥാനിലെ ഗോഹർ ഷാഹി തരീക്കത്ത്.
അയാൾ കുറച്ച് കൊല്ലം മുമ്പൾക്ക് മരണപ്പെട്ടുപോയി. ഈ ഗോഹർ ഷായുടെ അനുയായികളാണ് കോഴിക്കോട് കഴിഞ്ഞ പ്രാവശ്യം ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം വെച്ച് നബിദിനാഘോഷം മൗലിദ് നടത്തിയത്. നിങ്ങൾ യൂട്യൂബിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം വെച്ച് ചുറ്റും പിന്നെ പൂക്കളിട്ട് ഒരു സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് അവർ മൗലിദാഘോഷം നടത്തി. അപ്പോൾ ആരാണ് ഈ ഗൗഹർ ഷായി? എന്താണ് അയാളുടെ വിശ്വാസം? ഈ കാന്തപുരം ആൾക്കാരോടൊക്കെ ബന്ധമുള്ള ഈ ഹിഷാം ഖബ്ബാനിയുടെ ഗുരുവായ ഗൗഹർ ഷായി ഞാൻ യേശുവിൻ്റെ അവതാരമാണ്, ഞാൻ മുഹമ്മദിൻ്റെ അവതാരമാണ്, ഞാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരമാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ആദർശപരമായ ആശയപരമായ വെല്ലുവിളികൾ ഉള്ളിൽ നിന്ന് സംഭവിക്കുന്നുണ്ട് വളരെ ശക്തമായി. അമേരിക്ക ഈ അലി ജിഫ്രിക്കൊക്കെ ട്രെയിനിങ് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ വിളിച്ചു പറയുന്നത് യൂട്യൂബിൽ നമുക്ക് കാണാം. ഞങ്ങൾക്കൊരു മാസം അമേരിക്ക എന്ത് ചെയ്തു, ഞങ്ങൾക്ക് ട്രെയിനിങ് നൽകി. എന്തിനാണ് അമേരിക്ക ട്രെയിനിങ് കൊടുക്കുന്നത്? സലഫിസം തീവ്രവാദമാണ് എന്ന് ലോകത്ത് പോയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ ബൂത്തിയുടെ ലോകപ്രശസ്ത സുന്നി പണ്ഡിതനായ സയ്യിദ് റമദാൻ ബൂത്തിയുടെ ഒരു ശിഷ്യൻ അദ്ദേഹവും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ബ്രിട്ടൻ ഒരു മാസം ഞങ്ങൾക്ക് ട്രെയിനിങ് നൽകി. ആർക്ക്? അഷ്അരികൾക്ക്, ലോക അഷ്അരി പണ്ഡിതന്മാർക്ക് സലഫിസത്തെ എങ്ങനെ നേരിടണം എന്നത് പരിശീലിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾക്കൊരു മാസം ബ്രിട്ടൻ, ആ കൂട്ടത്തിൽ സൂഫികൾ മാത്രമല്ല ക്രൈസ്തവരും അതുപോലുള്ള പല വിഭാഗവും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വലിയ രീതിയിൽ ആഗോളതലത്തിൽ അഹ്ലുസുന്നക്കെതിരിൽ സൂഫികളും ഷിയാക്കളും അമേരിക്കയും റഷ്യ ഒരുപാട് കാലം ആക്രമിച്ച് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ രാജ്യമാണ് ചെച്നിയയിലെ പ്രസിഡന്റ് മുഹമ്മദ് റമദാൻ കദിറോഫ്. അദ്ദേഹം 2016 ഒരു അഹ്ലുസുന്ന സമ്മേളനം വിളിച്ചു കൂട്ടി. അതിൽ അലി ജിഫ്രിയും കാന്തപുരും ഷെയ്ഖുൽ അസ്ഹറും ലോകത്ത് 20 രാജ്യങ്ങളിൽ നിന്നുള്ള അഷ്അരി പണ്ഡിതന്മാരും സൂഫികളും പങ്കെടുക്കുകയുണ്ടായി. ഈ സമ്മേളനം അവർ വിളിച്ചു കൂട്ടിയത് സലഫികൾ അഹ്ലുസുന്നയല്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയായിരുന്നു. ഈ സമ്മേളനത്തിൻ്റെ പ്രമേയം അതാണ്, അസ്സലഫിയത്തു ലൈസു അഹ്ലുസുന്ന, സലഫികൾ അഹ്ലുസുന്നയല്ല. ഇതിനുവേണ്ടി ലോകത്തുള്ള എല്ലാ സൂഫികളും അശ്വരികളും എല്ലാവരും ഇത്തരം ആളുകളാണ് അഹ്ലുസുന്നയുടെ ആൾക്കാരായിട്ട് രംഗത്ത് വരുന്നതും അവരെ കാന്തപുരത്തൊക്കെ അയാൾ സ്ഥിരമായിട്ട് കൊണ്ടുപോവുകയും ആദരിക്കുകയും സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് ആദരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ആഗോള സൂഫിസം ഏറ്റവും ഭീകരമായ രീതിയിൽ അഹ്ലുസുന്നക്കെതിരിൽ സാമ്രാജ്യത്വ ശക്തികളുമായി സഹകരിച്ചുകൊണ്ട് അഹ്ലുസുന്നയെ ഇല്ലാതാക്കുവാൻ വേണ്ടി അവർ ഭീകരന്മാരാണെന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി 2016 മോഡി ഉദ്ഘാടനം ചെയ്ത ആൾ ഇന്ത്യ ഇൻ്റർനാഷണൽ സൂഫി സമ്മേളനം ഡൽഹിയിൽ നടക്കുകയുണ്ടായി. അതിലും ഇവർ ഈ രീതിയിലുള്ള 20 രാജ്യങ്ങൾ ഈ പറഞ്ഞ ഇതേ കഥാപാത്രങ്ങൾ അവിടെയും സംബന്ധിക്കുകയുണ്ടായി. അലി ജിഫ്രിയും ഈജിപ്തിലെ മുഫ്തി അന്നത്തെ ഷൗക്കി അല്ലാമും ഈ ഉസ്താദിൻ്റെ മകനും അതുപോലെ ആഗോളതലത്തിലുള്ള പണ്ഡിതൻ അവരും അന്ന് അവിടെ പ്രഖ്യാപിച്ചത് സലഫികൾ ഭീകരന്മാരാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ആഗോളതലത്തിൽ അഹ്ലുസുന്നക്കെതിരിൽ സൂഫികൾ, ഷിയാക്കൾ, സാമ്രാജ്യത്വ ശക്തികൾ, ഇറാൻ ഇതെല്ലാം ഒറ്റക്കെട്ടായിട്ട് വലിയ രീതിയിലുള്ള പടയൊരുക്കം നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിധ്വനികൾ നിങ്ങൾക്ക് കേരളത്തിലെ യുക്തിവാദികൾ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ സലഫിസമാണ് പ്രശ്നം എന്ന് നിരന്തരമായി പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അഹ്ലുസുന്നയെ ഒറ്റപ്പെടുത്തുകയും ഭീകരവൽക്കരിക്കുകയും അതിലൂടെ
അവരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്ന വലിയ പദ്ധതികൾ സുഡാനിലെ സൂഫി നേതാവായ ഷെയ്ഖ് ഹുസൈരിക് അദ്ദേഹം പറയുകയാണ്, ഞാനും അലി ജിഫ്രിയും സുഡാനിലെ സൂഫി നേതാക്കളും മറ്റു പലരും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനുമായി ഞങ്ങൾ ഒന്നിച്ചിരുന്നു. ബൈത്തുൽ അബിയദിൻ്റെ അഥവാ വൈറ്റ് ഹൗസിൽ നാഷണൽ സെക്യൂരിറ്റി, അമേരിക്കൻ ആഭ്യന്തര വകുപ്പിൻ്റെ നാഷണൽ സെക്യൂരിറ്റി ആണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. അതുപോലെ അമേരിക്കയിലൊരു ഗവേഷണ വിഭാഗങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഗവേഷണം ചെയ്തിട്ട് അടുത്ത ശതകങ്ങളിൽ അമേരിക്ക എങ്ങനെ പോകണം, ആരോട് സൗഹൃദം പാലിക്കണം, ആരെ ശത്രുവാക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്ന റാൻഡ് ഫൗണ്ടേഷനെ പോലെയുള്ള അമേരിക്കക്ക് ദേശീയ ഉപദേശം നൽകുന്ന വലിയ ഏജൻസികൾ, അമേരിക്ക ഗവൺമെൻറ് ഫണ്ട് നൽകുന്ന വലിയ ഏജൻസികൾ, ഇവരെല്ലാവരും കൂടി ഒന്നിച്ചിരുന്നു. ഞങ്ങളൊരു വർക്ക്ഷോപ്പിൽ എന്ത് ചെയ്തു, ലോകത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, അതിൻ്റെ ധാരകളെക്കുറിച്ച് ചർച്ച ചെയ്തു. അമേരിക്കൻ വിദേശകാര്യ വകുപ്പും നാഷണൽ സെക്യൂരിറ്റിയും അമേരിക്കൻ കോൺഗ്രസ്സിൽ സുഡാനിലെ സൂഫികളും ഷെയ്ഖ് അലി ജിഫ്രി കേരളത്തിൽ സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. ഞങ്ങളെല്ലാവരും കൂടി ഈ കാര്യം എങ്ങനെ ഭീകരതയെ ചെറുക്കാമെന്ന, എങ്ങനെ തസവുഫിനെ അഥവാ സമാധാന ഇസ്ലാം തസവുഫ്, മറ്റേത് റാഡിക്കൽ ഇസ്ലാം സലഫിസം തീവ്ര ഇസ്ലാം, തസവുഫ് പറഞ്ഞാൽ സമാധാന ഇസ്ലാം, മധ്യമ ഇസ്ലാം, അതിനെങ്ങനെ ലോകത്ത് പ്രചരിപ്പിക്കാം എന്നത് ഞങ്ങൾ ചർച്ച ചെയ്തു. അങ്ങനെ ലോകത്തെ എങ്ങനെ സമാധാനം സ്ഥാപിക്കാം എന്നത് ഞങ്ങൾ ചർച്ച ചെയ്തു. അതുപോലെ സയ്യിദ് റമദാൻ ബൂത്തിയുടെ ശിഷ്യൻ പറയുന്നു, ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് 2010 ഞങ്ങളോട് 30 പണ്ഡിതന്മാരെ അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു ബ്രിട്ടനിലേക്ക്. 30 പണ്ഡിതന്മാരെ. ഒരു മാസം ഞങ്ങൾ ബ്രിട്ടനിൽ ചെലവഴിച്ചു, നിരന്തരമായ ദഅവയും ക്ലാസ്സുമൊക്കെ ആയിട്ട്. അതിൽ ഭൂരിപക്ഷവും ഗൾഫിൽ നിന്നും അൾജീരിയയിൽ നിന്നുമുള്ള ആളുകളായിരുന്നു. എങ്ങനെ ഈ സലഫിസത്തെ നേരിടാം എന്നതായിരുന്നു അതിൻ്റെ പ്രധാന ചർച്ചാ വിഷയം. ഇതൊക്കെ യൂട്യൂബിൽ നമുക്ക് ഇവർ സംസാരിക്കുന്നത് നേരിട്ട് കാണാം. മാഹിറുൽ ഹിന്ദി എന്ന സയ്യിദ് റമദാൻ ബൂത്തിയുടെ ശിഷ്യനാണ് ഇക്കാര്യം പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ സൂഫിസം വളരെ ശക്തമായിട്ട് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും ആഗോള സാമ്രാജ്യത്വ ശക്തികളുമായൊക്കെ സഹകരിച്ചുകൊണ്ട് അഹ്ലുസുന്നയെ നശിപ്പിക്കുവാനുള്ള വലിയ പ്രോജക്റ്റുകൾ നടത്തുന്നു. 2013 അൽ മുജ്തമഅ വാരികയിൽ ഒരു വാർത്ത വരികയുണ്ടായി. അമേരിക്ക പാകിസ്ഥാനിലെ ജാറങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി $2 മില്യൺ ഓഫർ ചെയ്തു എന്നായിരുന്നു ആ വാർത്ത. പാകിസ്ഥാനിൽ തകർന്ന ജാറങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി. എന്താണ് അമേരിക്കക്ക് ജാറങ്ങൾ പുനഃസ്ഥാപിക്കാത്തതിൽ അല്ലെങ്കിൽ ജാറങ്ങൾ തകരുന്നതിൽ അമേരിക്കക്ക് എത്ര ബേജാറ് എന്നത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഇതുപോലെ സെക്കുലർ സൂഫിസം വേറൊരു ഭാഗത്ത്, ഇതൊരു ആത്മീയ സൂഫിസാണ്. 2018 കുണ്ടോട്ടിയിൽ മതേതര സൂഫികളോട് ഒരു വലിയ സമ്മേളനം നടക്കുകയുണ്ടായി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സിനിമ, നാടക, സംഗീത, മ്യൂസിക്, സൂഫി സംഗീത കലാകാരന്മാർ വന്ന് 60 ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ട് വലിയൊരു സൂഫി സംഗീത പരിപാടി നടത്തുകയുണ്ടായി. അവർ മതേതര സൂഫികളാണ്, അത് മതമില്ലാത്ത സൂഫി. അപ്പോൾ മതേതര സൂഫികളും ആത്മീയ സൂഫികളും ഒരുപോലെ എന്ത് ചെയ്യുന്നു? സി ഹംസ എന്നൊരാളായിരുന്നു ഷിയാക്കളുടെ ഹംസയായിരുന്നു ആ മതേതര സൂഫി സമ്മേളനത്തിൻ്റെ മുഖ്യ കാര്യദർശി. ഇയാൾ തന്നെയാണ് 2012 കേരളത്തിലെ ആദ്യത്തെ ഷിയ സംഘടനയായ സക്കലൈൻ ഫൗണ്ടേഷൻ്റെ പാട്രനും ഇതേ ഹംസയാണ്. അപ്പോൾ ഷീസവും സൂഫിസവും മതേതരത്വവും മതവും എല്ലാം ഒരുമിച്ച് കൂടി അഹ്ലുസുന്നക്കെതിരിൽ പോരാടുന്ന
അല്ലെങ്കിൽ തന്ത്രങ്ങൾ മെനയുന്ന കാഴ്ചകൾ ലോകതലത്തിൽ നാം കാണുമ്പോൾ, പക്ഷേ ഈ അഹ്ലുസുന്ന ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നത് മനസ്സിലാക്കാനും അതിനെ പ്രതിരോധിക്കുവാനും ഒക്കെ കേരളത്തിലെ മതേതര സൂഫി സംഗീതജ്ഞരാണ് സിദ്ദീഖ്, സൂഫി എഴുത്തുകാരും സംഗീതജ്ഞരും CH മുസ്തഫ, സലാഹുദ്ദീൻ, സമീർ ബിൻസി, ഷഹ്ബാസ് സമൻ, ഇവരൊക്കെ സിനിമയിൽ വരെ സൂഫി സംഗീതം ആലപിക്കുന്നു. അപ്പോൾ എല്ലാ സമൂഹത്തെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളും ഇവരെന്ത് ചെയ്യുന്നു? അഹ്ലുസുന്നക്കെതിരിൽ ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സംഗതി. ജനങ്ങളെ ഇസ്ലാമിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്ലാം നേരിടുന്ന ഭൗതികമായ വെല്ലുവിളിയാണ് ഇൽഹാദ്, യുക്തിവാദം. ഏറ്റവും ശക്തമായിട്ട് ഇന്ന് കേരളത്തിൽ നമ്മൾ പേടിപ്പെടുത്തുന്ന രീതിയിൽ യുവസമൂഹം യുക്തിവാദത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം നാമധാരികളായ മുൻ മുസ്ലിങ്ങളാണ്. ആരിഫ് ഹുസൈൻ, ലിയാഖത്ത് അലി, ജാമിദ ടീച്ചർ, ജബ്ബാർ മാഷ്, ഇങ്ങനെ ഒരുപാട് ആളുകൾ. ഇവർ മുസ്ലിങ്ങളായ പലരും ഉസ്താദുമാരൊക്കെ ഇവരോട് ഫോണിലൂടെ സംഭാഷണം നടത്തുകയും അങ്ങനെ ഇവരുടെ മുമ്പിൽ തോറ്റുപോവുകയും ചെയ്യുന്ന ഫോൺ കോളുകൾ ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ച് സമൂഹത്തിൽ മതത്തോടുള്ള മതം പരാജയപ്പെടുന്നു എന്ന ഒരു ചിന്ത വ്യാപകമായ രീതി, നൂറുകണക്കിന് ഫോണുകൾ നമ്മളെ വിവരമില്ലാത്ത ആളുകൾ ഇവരോട് ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി ഫോൺ വിളിക്കുകയും അങ്ങനെ അവർ സ്വയം ഇവരുടെ മുമ്പിൽ തോൽക്കുകയും അങ്ങനെ ആ തോറ്റ വീഡിയോ കോൾ ഇവർ നിരന്തരമായിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കും. ഒരു മുസ്ലിയാർ വിളിച്ചൊരു ഫൈസി വിളിച്ചൊരു വീഡിയോ, ഒരു കോൾ ഞാൻ കേട്ടു. ലിയാഖത്ത് അലി അദ്ദേഹം ഒറ്റയടിക്ക് ചോദിക്കുകയാണ്, ഇസ്ലാമിലെ മനുഷ്യനെ അടിമയാക്കി വെക്കുന്ന അടിമത്തത്തെ പറ്റിയുള്ള അതിനൊരു ന്യായീകരണം നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്ന് ചോദിച്ചു. ഈ ഉസ്താദ് സ്വാഭാവികമായിട്ടും ഹോംവർക്ക് ചെയ്യാതെ പോയതുകൊണ്ട് ഇയാൾ തോറ്റു, എനിക്കറിയില്ല, പഠിച്ചിട്ട് വേണമെന്നാണ്. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, നിങ്ങളൊരു ഫൈസിയായിട്ടും നിങ്ങൾക്ക് ഇനിയും പഠിച്ചിട്ട് വേണോ? അപ്പോൾ ഈ രീതിയിലുള്ള ഫോൺ കോളുകൾ നമ്മുടെ ആളുകൾ നിരന്തരം ഇത്തരം ആളുകളോട് ചോദിക്കുകയും അങ്ങനെ അവരുടെ യുക്തിക്ക് മുമ്പിൽ തോൽക്കുകയും ഇത് സമൂഹത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയും അങ്ങനെ മതത്തിൽ അവിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്ന വലിയ പദ്ധതികൾ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കും. കേരളത്തിലെ യുവസമൂഹം മതത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ച് ഇത്തരം യുക്തിവാദികളുടെയും ലിബറലുകളുടെയും ഫെമിനിസ്റ്റുകളുടെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് വലിയൊരു കാരണം മതത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിലുള്ള അവരുടെ അവിശ്വാസകരമായ ജീവിതം, ഈ പറയുന്ന ആളുകൾക്ക് മതത്തിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ ഇവർ പറയുന്ന മതം ഈ ആളുകൾ തട്ടിപ്പുകാരാണ്, അതുകൊണ്ട് ഇവർ പറയുന്ന മതവും തട്ടിപ്പാണ് എന്ന് യുവസമൂഹത്തിന് മതത്തെയും മതത്തിൻ്റെ ആളുകളിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിലൂടെ വലിയ രീതിയിൽ കേരളത്തിൽ യുക്തിവാദത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറുപ്പക്കാർ. ഇതിനെ പിടിച്ചു നിർത്താൻ എന്താ മാതൃക? എന്ത് ചെയ്യാൻ സാധിക്കും? മതനേത്ര മാതൃകായോഗ്യരായ ആളുകളായിരിക്കണം. മതം പണമുണ്ടാക്കാനും സുഖിക്കുവാനുമുള്ള ഒരു സംവിധാനമാണെന്ന ധാരണ യുവസമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുവാക്കളെ അതല്ല മതത്തിൽ മാതൃകയുണ്ട്, മതം മാതൃകാ ജീവിതമാണ്, അത് രാജ്യത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്നതാണ് മതം എന്ന് ബോധിപ്പിക്കുന്ന ജീവിതം നയിക്കുന്ന നേതൃത്വമുണ്ടായാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വലിയ അപകടം എന്ന് നമ്മെ കാർന്നു തിന്നുന്ന ഈ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പോൾ യുക്തിവാദം 3 രീതിയിലാണ്. ഒന്ന് ഇൽഹാദുൽ മാദ്ദി അഥവാ ഭൗതിക യുക്തിവാദം, അള്ളാഹുവിനെയും റസൂലിനെയും ഗൈബിയാത്തുകളെയും അദൃശ്യകാര്യങ്ങളെയൊക്കെ നിരാകരിക്കുന്ന യുക്തിവാദം, അതൊരു യുക്തിവാദമാണ്. അതാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നത്. അതിൽ ഈ ജബ്ബാർ മാഷും ജാമിദ ടീച്ചറും അതുപോലുള്ള ആളുകളൊക്കെ ഇത്തരം യുക്തിവാദങ്ങളാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അതിനേക്കാൾ അപകടകരമായ നമ്മൾ കാണാത്തൊരു യുക്തിവാദമുണ്ട്, ഇൽഹാദുർ റൂഹി, ആത്മീയ യുക്തിവാദം. ഇതെന്ന് ലോക മുസ്ലിങ്ങളെ ഏറ്റവും വലിയ രീതിയിൽ കാർന്നു തിന്നുന്ന ഒരു യുക്തിവാദമാണ് ആത്മീയ യുക്തിവാദം. മറ്റൊന്നല്ല ഇൽഹാദുൽ ബാത്തിനി, ഇസ്ലാമിൻ്റെ നസ്സുകളെ പ്രമാണങ്ങളെ
അതിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുന്ന ഹെർമനോട്ടിക് തഅ്വീലാത്ത്. ഇപ്പോൾ ഖുർആൻ ഒരു കാര്യം പറയുന്നു, ആ കാര്യത്തിൻ്റെ നേർവിപരീതം. ഇപ്പോൾ ഉദാഹരണം ഒരൊറ്റായത്ത് ഇബ്നു അറബി വ്യാഖ്യാനിച്ച വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അള്ളാഹുവിനെ അല്ലാതെ നീ ആരാധിക്കരുതെന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നു എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. ഇബ്നു അറബി അതിന് വ്യാഖ്യാനം നൽകിയത് അള്ളാഹുവിനെ അല്ലാതെ നീ ആരെയും ആരാധിക്കുകയില്ല, അഥവാ നീ ആരാധിച്ചാലും അള്ളാഹുവിനെയാണ് നീ ആരാധിക്കുക എന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതുപോലുള്ള ഹെർമനോട്ടിക്സ് ആധുനിക നസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനിൽ നിന്ന് തൻ്റെ എഴുത്തിനെ വിമോചിപ്പിക്കുന്ന അസ്ലുൽ കാത്തിബ് അമ്മ കത്തബ, ഒരാൾ എഴുതിയതിൽ നിന്ന് അയാൾ ആശയത്തെ പൂർണ്ണമായും ഒഴിവാക്കുന്ന, വിശുദ്ധ ഖുർആൻ അള്ളാഹ് എന്തിനിറക്കിയതാണോ തൗഹീദ് സ്ഥാപിക്കാൻ, അതേ ഖുർആൻ ശിർക്ക് സ്ഥാപിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആധുനിക വ്യാഖ്യാന ശാസ്ത്രം, ഇത് ഇന്ന് വളരെ 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 ശക്തമായിട്ട് നടക്കുന്നതാണ്. ഇൽഹാദുൽ റൂഹിയെക്കുറിച്ച് ഞാൻ പറയാം. ഇതുപോലെ ഈ സാംസ്കാരിക അധിനിവേശത്തിൻ്റെ മറ്റൊരു സംഗതിയാണ് സിലബസ്. ഇന്ന് നമ്മളെ സിലബസ് തീരുമാനിക്കുന്നതാരാ? കോളേജ് നമ്മൾ ഉണ്ടാക്കും ഇസ്ലാമിൻ്റെ പേരിൽ, മറ്റേ ഇസ്ലാം, മനാറുൽ ഇസ്ലാം, ഹിദായത്തുൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് ഹിദായത്തുൽ മുസ്ലിമീൻ, മറ്റേ മർക്കസു ഡാഷ് സുന്നിയ അല്ലെങ്കിൽ ഇസ്ലാമിയ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ പഠിപ്പിക്കുന്ന സിലബസ് എന്താണ്? അതാരാണ് രൂപീകരിക്കുന്നത്? അതിൽ നമുക്ക് യാതൊരു റോളും ഇല്ല. ഇപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം മുസ്ലിങ്ങൾ നടത്തുന്ന മുസ്ലിം സംഘടന, മുഖ്യധാരാ സംഘടനയ്ക്ക് സ്വാധീനമുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയത്തെ പരിശോധിച്ചപ്പോൾ അതിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവിടെ പഠിച്ച കുട്ടി 3 കാര്യങ്ങൾ അവരെ വീട്ടിൽ വന്ന് നടപ്പാക്കുന്നു. ഒന്ന് ആ കുട്ടിയുടെ ബർത്ത്ഡേ, മറ്റൊന്ന് ഓണം, മറ്റൊന്ന് ക്രിസ്മസ്. 100% മുസ്ലിങ്ങളുടെ ഒരു പ്രദേശത്ത് മുസ്ലിങ്ങളാൽ നടത്തപ്പെടുന്ന ഒരു സ്ഥാപനത്തിലെ ടീച്ചർമാർ ഈ പറഞ്ഞ ശക്തികളുടെ ഏജൻറ്റുമാരായി പ്രവർത്തിക്കുകയും അവർ മുസ്ലിം സമൂഹത്തിൽ ഇസ്ലാമിനോട് യാതൊരു ബന്ധവുമില്ലാത്ത ഓണവും ക്രിസ്മസും ബർത്ത്ഡേയും നമ്മുടെ കുട്ടികളെ കൊണ്ട് നമ്മുടെ വീട്ടിൽ ആഘോഷിപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് വിദ്യാഭ്യാസ തർബിയത്ത് അല്ലെങ്കിൽ സിലബസ് അല്ലെങ്കിൽ സംവിധാനം മറ്റുള്ളവർ ഏറ്റെടുക്കുകയും നമ്മളതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിന് പ്രതികരിക്കാൻ ആർക്കും, ഞങ്ങൾ നടത്തിപ്പുകാരോടൊക്കെ പറഞ്ഞപ്പോൾ അത് സർക്കാരിൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ട് കൈമലർത്തി. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ സംവിധാനങ്ങളെ, വിദ്യാഭ്യാസം പോലുള്ള അടിസ്ഥാന സംവിധാനങ്ങളെ മറ്റുള്ളവർ ഉപയോഗിച്ച് ഇസ്ലാമിക വിരുദ്ധ, മതവിരുദ്ധ, ദീനീ വിരുദ്ധ തലമുറയെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ സംഘടനകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പണ്ടത്തെ കാലത്ത് ഒരു കുട്ടിയെ നിയന്ത്രിച്ചിരുന്നത് അയാളുടെ മതം, അയാളുടെ രക്ഷിതാക്കൾ, അയാളുടെ ഉസ്താദുമാരായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയെ നിയന്ത്രിക്കുന്നത് അവൻ്റെ സുഹൃത്തുക്കളും സാമൂഹ്യ മാധ്യമങ്ങളുമാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾക്ക് ആർക്കും നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ മതവിരുദ്ധ പ്രവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അധാർമികമായ പ്രവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഈ ഫാഷൻ്റെയും ഇവരുടെ ഈ അഴിഞ്ഞാട്ടത്തിൻ്റെയും വക്താക്കളാക്കി മാറ്റുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളും അവരുടെ സുഹൃത്തുക്കളുമാണ്. ഇതിനെതിരെ പ്രതിരോധിക്കുവാൻ അവിടെ രക്ഷിതാക്കൾ പരാജയപ്പെടുന്നു, മതം പരാജയപ്പെടുന്നു, അധ്യാപകർ പരാജയപ്പെടുന്നു. ഇത് ഇവിടെയല്ല, ലോകത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളാണ് നമ്മുടെ സാംസ്കാരികമായി നമ്മളെ അധിനിവേശപ്പെടുത്തുന്ന സംഗതികൾ. നമ്മുടെ ഭാഷ, നമ്മൾക്ക് മുസ്ലിങ്ങളുടെ ഭാഷയാണ് അറബി ഭാഷ. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ നമുക്ക് പുച്ഛമാണ്. നമ്മൾ അധിനിവേശ ശക്തിയുടെ ഭാഷ പഠിച്ചു, എൻ്റെ മകൻ അത് പറയുന്നു, എൻ്റെ കുട്ടിക്ക് മാതൃഭാഷ അറിയില്ല എന്നതിൽ അഭിമാനിക്കുന്നു. ഇതിനെന്താ കാരണം? നമ്മൾ തോറ്റ സമൂഹമാണ്. തോറ്റ സമൂഹം വിജയിച്ചവൻ്റെ ഭാഷയും സംസ്കാരവും വേഷവും ഏറ്റെടുക്കുന്നതിൽ, അതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പ്രമുഖ
ചിന്തകനായ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമയിൽ പറയുന്നത് കാണാം. അദ്ദേഹം പറയുന്നു, അൽ മഗ്ലൂബു മൂലിഉൻ അബദൻ ബി ഇഖ്തിദാഇൽ ഗാലിബ്. തോറ്റവൻ, വിജയിച്ചവൻ്റെ സംസ്കാരം വാരിപ്പുണരുന്നതിൽ എപ്പോഴും സദാ വ്യാപൃതനായിരിക്കും. ഫി ഷിആരിഹി, അവൻ്റെ വേഷം, അവൻ്റെ ചിഹ്നങ്ങൾ, ഫി സയ്യിഹി, അവൻ്റെ വേഷവിധാനങ്ങൾ, വനഹിലത്തിഹി, അവൻ്റെ ആചാരങ്ങൾ, അവൻ്റെ ആശയങ്ങൾ, വസായിരി അഹവാലിഹി വ അവായിരി, അവൻ്റെ മറ്റുള്ള. അപ്പോൾ വിജയിച്ചവൻ കീറിയ വസ്ത്രമാണ് ഫാഷൻ എന്ന് വിചാരിച്ച് ധരിക്കുമ്പോൾ, തോറ്റ നമ്മളെന്ത് ചെയ്യുന്നു? ഫാൻ്റൊക്കെ കീറി ഫക്കീറിനെ പോലെ കീറിയ വസ്ത്രം ധരിച്ച് നമ്മൾ അഭിമാനം കൊള്ളുന്നു. കാരണം നമ്മളൊരിക്കലും നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വിജയിച്ചവൻ്റെ തലച്ചോറ് കൊണ്ടാണ് ചിന്തിക്കുന്നത്. അവൻ എന്തെങ്കിലും കോപ്രായം മുടി കൊണ്ട് കാട്ടിയാൽ നമ്മുടെ കുട്ടികളും അത് അനുകരിക്കുന്നു. കാരണം നമ്മൾ തോറ്റ സമൂഹമാണ്. തോറ്റവനെപ്പോഴും വിജയിച്ചവൻ്റെ അവൻ്റെ ഭാഷ സംസാരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? മത്സരിക്കുന്നു. ഒരു കാലത്ത് യൂറോപ്യന്മാർ നമ്മുടെ സംസ്കാരവും നമ്മുടെ വേഷവും നമ്മുടെ ഭാഷയും വാരിപ്പുണരുവാൻ സ്പെയിനിൽ മത്സരിച്ചിരുന്നു. കാരണം അന്ന് നമ്മൾ വിജയിച്ചവരും അവർ തോറ്റവരുമായിരുന്നു പാശ്ചാത്യ സമൂഹം. സ്പെയിനിലെ മുസ്ലിങ്ങളുടെ വലിയ കുപ്പായം ധരിക്കാനും അവരുടെ അറബി ഭാഷ പഠിക്കുവാനും അവരുടെ ആചാരങ്ങളും ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും അനുകരിക്കുവാനും അന്ന് യൂറോപ്യൻ ക്രിസ്ത്യാനികൾ മത്സരിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. കാരണം അന്ന് മുസ്ലിങ്ങൾ വിജയിച്ചവരായിരുന്നു. ഇബ്നു ഖൽദൂൻ തന്നെ പറയുന്നത് കാണാം, ഇന്നമാ തബ്ദഉൽ ഉമമു ബിൽ ഹസീമത്തി മിൻ ദാഖിലിയ ഇൻദമാ തശ്റഉ ഫി തഖ്ലീദി അദുബിയ. ശത്രുവിനെ പിന്തുടരുവാൻ അല്ലെങ്കിൽ ശത്രുവിനെ അനുകരിക്കുവാൻ മത്സരിക്കുമ്പോൾ ഒരു സമൂഹം അതിൻ്റെ ഉള്ളിൽ തകർച്ച തുടങ്ങുന്നു. ഇപ്പോൾ നമ്മളൊക്കെ തകർച്ച തുടങ്ങിയല്ല, ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. കാരണം ശത്രുവിനെ നമ്മൾ ശത്രുവായ ഇസ്ലാമിൻ്റെ ശത്രുവായ പാശ്ചാത്യനെ പിന്തുടരുവാൻ അനുകരിക്കുവാൻ അവൻ്റെ എല്ലാ അർത്ഥത്തിലും അനുകരിക്കുന്നതിൽ നമ്മൾ മത്സരിക്കുകയാണ്. അങ്ങനെ പിന്തുടരുവാൻ അനുകരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആഭ്യന്തരമായ ആന്തരികമായ തകർച്ച തുടങ്ങുന്നു എന്ന് ഇബ്നു ഖൽദൂൻ 700 കൊല്ലങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ ശാസ്ത്രജ്ഞനായ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിൻ്റെ അൽ മുഖദ്ദിമ എന്ന അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ കുറിക്കുന്നത് കാണാം. അപ്പോൾ നാഗരികതയുടെ തകർച്ചയുടെ മറ്റൊരു ഉദാഹരണമാണ് മൂല്യങ്ങൾ, സംസ്കാരങ്ങൾ, അഖ്ലാഖ്. ഇന്ന് മുസ്ലിങ്ങൾക്ക് അവരുടേതായ അഖ്ലാഖ്, സംസ്കാരം അവർക്കത് പാലിക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ പാശ്ചാത്യൻ്റെ അഖ്ലാഖാണ്? അപ്പോൾ കൈകൊണ്ട് ഭക്ഷണം ഭക്ഷിക്കാൻ സാധിക്കും, അതാണ് ഉത്തമം, കൈ കഴുകിയിട്ട്. പക്ഷേ കൊള്ളിയും അമ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവനെ അനുകരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ അനുകരിക്കുന്നത് കൊണ്ട് കേരളത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ലണ്ടനിൽ പോയപ്പോൾ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവർ കൈകൊണ്ട് കഴിച്ചു. ബാക്കിയുള്ള അവിടുത്തെ കൾച്ചർ ഈ ഇതുകൊണ്ട് കഴിക്കലാണ്, സ്പൂൺ കൊണ്ടും. അപ്പോൾ ആളുകളൊക്കെ ഇവരിങ്ങനെ തുറിച്ചു നോക്കി. ഒരു അപരിചിതരായ അവസ്ഥ, എല്ലാവരും കൊണ്ട് കഴിക്കുമ്പോൾ ഇവർ മാത്രം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് നോക്കിയൊരു അവനോട്, ഞങ്ങളെ കൈ കൊണ്ടാണ് കഴിക്കണത്, നിങ്ങളെല്ലാവരും വായിലിട്ട സ്പൂൺ കൊണ്ടാണ് നിങ്ങൾ കഴിക്കുന്നത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇതുപോലെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കുന്നത് എന്നത് അറിയാത്ത വിധം നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ ഒരു വീട്ടിൽ ഞാൻ പോയപ്പോൾ, കേരളത്തിലൊരു മത സംഘടനയുടെ തലപ്പത്തുള്ള ഒരാളെ വീട്ടിൽ പോയപ്പോൾ അയാളെ വീട്ടിൽ അവിടുത്തെ ഭക്ഷണ രീതി ബൊഫയാണ്. കല്യാണത്തിനല്ല, നിങ്ങൾ ആലോചിക്കണം. ആ വീട്ടിൽ എന്നും ബൊഫേ സിസ്റ്റമാണ്. കാരണം അവർ വലിയ സമ്പന്നരാണ്, ശതകോടീശ്വരന്മാരാണ്. അവരെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ വീട്ടിൽ ബൊഫേ സിസ്റ്റമാണ്. കേരളത്തിൽ മലപ്പുറം ജില്ലയിലുള്ള ഒരു അനുഭവമാണ് ഞാനീ പറയുന്നത്. ഇതൊരു കല്യാണത്തിനാണെങ്കിൽ നമുക്ക് പല ന്യായം പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാം. അവിടെ ആൾക്കാർക്ക് സൗകര്യമില്ലാത്തത് കൊണ്ട് അത്രയും ആളുകൾക്ക് കസേര വെക്കുക. ഇത് വലിയൊരു കൊട്ടാരത്തിൽ ഞങ്ങൾ 4 ആൾ വന്നവർക്കും
ബൊഫേ സിസ്റ്റം ഏർപ്പെടുത്തുന്നതിൻ്റെ യുക്തി ഈ തോറ്റവൻ ജയിച്ചവൻ്റെ സംസ്കാരം വാരിക്കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുപോലെ സ്ത്രീകളെ അവരെ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെയും ഒക്കെ പേരിൽ നമ്മളെ കയ്യിൽ നിന്ന് പോയി. ഇങ്ങനെ അവരെ ഒരിക്കൽ പുറത്തിറങ്ങിയ സ്ത്രീകളെ അകത്തേക്ക് വലിക്കാൻ കഴിയില്ല. കാരണം അവർ ആ മിങ്കിളിങ്ങിൻ്റെ സുഖം ആസ്വദിച്ചവർ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റില്ല. ഇന്നിപ്പോൾ നമ്മൾ സ്ത്രീകളെ വീട്ടിൽ ഇരുത്തണമെന്ന് പറഞ്ഞാൽ അത് ലോകം വളരെ വളരെ അത്ഭുതത്തോടും അതിശയത്തോടും കൂടി നോക്കും. പക്ഷേ ഈ 1930 വരെ അമേരിക്കയിലെ സ്ത്രീകളൊക്കെ ഹിജാബ് ധരിച്ചിരുന്നവരാ, അഥവാ മുഖമല്ലാത്തൊക്കെ മറിച്ചിരുന്നവരാ. അതിന് ശേഷം വന്ന മാറ്റമാണ് ഇപ്പോൾ കാണുന്ന മാറ്റം, ഈ വസ്ത്ര സംസ്കാരം. അതുപോലെ അവർ തൊഴിലിനും പോയിരുന്നില്ല, പുരുഷന്മാരായിരുന്നു തൊഴിലിന് പോയിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു കഴിഞ്ഞ 50 വർഷം കൊണ്ട് ലോകത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. അതപ്പടി നമ്മളും വാരിപ്പുണരുന്നു. എന്തിനു വേണ്ടി എന്ന് പോലും ചോദിക്കാതെ അന്വേഷിക്കാതെ അതിൻ്റെ ഏറ്റവും വലിയ കെടുതി നമ്മൾ അനുഭവിച്ചുകൊണ്ട് സ്ത്രീകൾ വിവാഹത്തിന് തയ്യാറല്ല. അവർ എല്ലാ തരത്തിലുള്ള എന്താ പറയുക മൂല്യനിരാസത്തിൻ്റെയും മറ്റും ഒക്കെ പിന്നാലെ പോകുന്നു. നമുക്കാർക്കും പ്രതിരോധിക്കാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ മുസ്ലിം ലോകം അനുഭവിക്കുന്ന, നമ്മൾ ചർച്ച ചെയ്യാത്ത, നമ്മളെപ്പോഴും അമേരിക്കയുടെ ആക്രമണവും ഇസ്രായേലിൻ്റെ ആക്രമണവും റഷ്യയുടെ ആക്രമണം മാത്രമേ ചർച്ച ചെയ്യാറുള്ളൂ. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് തകർക്കുന്ന അതിനേക്കാൾ ഗുരുതരമായ സാംസ്കാരിക അധിനിവേശത്തെക്കുറിച്ച് നാം പലപ്പോഴും മൗനം പാലിക്കാറാണ് പതിവ്. അതുപോലെ ഒരു കാലത്ത് പണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ, പ്രബോധകരൊക്കെ ആയിരുന്നു നമ്മുടെ മാതൃകകൾ. നമ്മുടെ നാട്ടിലെ ഇന്ന പണ്ഡിതൻ, അല്ലെങ്കിൽ അതിന് മുമ്പ് തലമുറയിൽ ജീവിച്ച ഇന്ന ആൾ, ഇന്ന സാലിയായ മനുഷ്യൻ, അവരായിരുന്നു നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്നത്. ഇന്ന് നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളെ റോൾ മോഡലുകൾ, നമ്മുടെ സിനിമയുടെ, സ്പോർട്സിലെ, മ്യൂസിക്കിലെ, സംഗീതത്തിലൊക്കെ കഥാപാത്രങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ റോൾ മോഡൽ. നമ്മൾ അത്തരത്തിൽപ്പെട്ട ഒരാൾ നമ്മളെ കോട്ടക്കലങ്ങാടി വന്നാൽ കോട്ടക്കലങ്ങാടി മണിക്കൂറുകളോളം ബ്ലോക്കാവും. തൊപ്പി അല്ലാത്തവരും അങ്ങനെയൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന ആളുകൾ. എങ്ങനെ നമ്മളെ കുട്ടികൾ ഇവരെ മാതൃകായോഗ്യമാക്കി എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്താണ് ഈ സജ്ജനങ്ങളും ഉലമാക്കളൊക്കെ നമ്മളെ ലിസ്റ്റിൽ നിന്ന്, മാതൃകാ ലിസ്റ്റിൽ നിന്ന് എന്നാണ് പോയത്? അതിന് പിന്നിൽ ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചു വിവരങ്ങൾ? ഇത്തരം ആളുകൾക്ക് വീട്ടിലിരുന്ന് റൂമിലിരുന്ന് കോപ്രായങ്ങൾ കാണിച്ചാൽ അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുക, ഇവർക്ക് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപ ജോലി ചെയ്യാതെ കൊടുക്കുകയും ചെയ്യുന്ന ആഗോള സയണിസം നിയന്ത്രിക്കുന്ന ഫേസ്ബുക്കും യൂട്യൂബൊക്കെ എന്ത് ചെയ്യുന്നു? ഇത്തരം ആളുകൾ വളർത്തുന്നു. എന്നാൽ ഒരു പണ്ഡിതന് കാലാകാലം പ്രസംഗിച്ചാൽ ഇവരാരും പൈസ കൊടുക്കില്ല. കാരണം അവർക്ക് ആ രീതിയിലുള്ള കാഴ്ചക്കാരുണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ സംസ്കാരം നമ്മളറിയാതെ ഈ ആഗോള ശക്തികൾ ഇത്തരം കോമാളികളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ മാറ്റുന്നു, നമ്മളെ കുട്ടികളെ പിന്നാലെ പോകുന്നു. ഇത് ചർച്ച ചെയ്യാനും ഇതിനെതിരിൽ പ്രതികരിക്കാനും ഇതിൻ്റെ രോഗകാരണം കണ്ടെത്താനുമുള്ള എന്ത് നീക്കങ്ങളാണ് നമ്മുടെ മതനേതൃത്വങ്ങളിൽ നിന്ന് ഉള്ളത്? ഈ താരാരാധന, ഹീറോയിസം, ഈ ഹീറോ വർഷിപ്പ് നമ്മളെ കുട്ടികളിലൊക്കെ, പള്ളിയിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ പേര് ധരിച്ച വസ്ത്രം ധരിച്ചാണ് നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങൾ പള്ളിയിൽ വരുന്നത്, നിസ്കരിക്കുന്നത്. അത്തരം ആൾക്കാരെ വസ്ത്രം ധരിച്ച് വരുന്ന, അത്തരം ആൾക്കാരുടെ ഫോട്ടോ വെച്ച് വരുന്ന നിസ്കാരം ശരിയാവുക. നമ്മൾ കുട്ടികളാണെന്ന് കരുതി അതൊക്കെ കണ്ണി ചുമ്പുന്നു. അങ്ങനെ ആ കുട്ടികൾ ആ തിന്മയിൽ ചെറുപ്പത്തിൽ വളരുന്നു, വലുപ്പത്തിൽ അവരെ മാതൃകയാക്കുന്നു. അങ്ങനെ നമ്മുടെ സാമൂഹ്യ ഘടന തകരുന്നു. റാപ്പ് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ മ്യൂസിക് ഉണ്ടെന്ന് ലോകത്ത് ചെറുപ്പക്കാരെ നിയന്ത്രിക്കുന്നു. അതിലൊക്കെ പരസ്യമായ അശ്ലീല ആഭാസങ്ങൾക്ക് ക്ഷണിക്കുന്ന മ്യൂസിക്കുകളാണത്. അതിൻ്റെയൊക്കെ പേര് തന്നെ റെഡ് ഡെവിൽ, ചുവന്ന പിശാചി എന്നൊക്കെയാണ് ഓരോ ട്രൂപ്പിൻ്റെ പേര്. ശരിക്കും പൈശാചികത അവരുടെ ഓരോ സംഗീതത്തിൻ്റെ വർഷങ്ങളിലും ആ മ്യൂസിക്കിലും ആ ലൈറ്റ് സെറ്റിൽമെൻറ്റ് ഒക്കെ പൈശാചികത, മനുഷ്യനെ പൈശാചിക ലോകത്തിലേക്ക് വിളിച്ചു കൂട്ടുന്ന
പദ്ധതികൾ. നമ്മുടെ നാട്ടിൽ DJ പാർട്ടി മറ്റേ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറുപ്പക്കാരൊക്കെ അതിൻ്റെ പിന്നിലാണ്. അപ്പോൾ കല, സാഹിത്യം, ടെക്നോളജി, സിലബസ്, വിദ്യാഭ്യാസം, ഇതിലൂടെയൊക്കെ നമ്മുടെ ചെറുപ്പക്കാരെ ഇന്ന് മനുഷ്യന്മാരെ നിയന്ത്രിക്കുന്ന ഈ 5 സാധനം: കല, സാഹിത്യം, സിനിമ, മാധ്യമം, സംഗീതം, ഇതൊക്കെ ഇന്ന് ലോകതലത്തിൽ ഇത് നിയന്ത്രിക്കുന്നത് ഫ്രീമേഴ്സൺ ശക്തികളാണ്, പൈശാചിക ശക്തികളാണ്. അവർ അവരുടെ അജണ്ട നമ്മളെ കേരളം ഈ ഒരു സർക്കാർ ഇതിൻ്റെ ആളുകളെ ആദരിക്കാൻ എത്ര ലക്ഷം കോടി റുപ്യ ചിലവാക്കണം. എന്നാൽ ഈ നാട്ടിലെ അടിസ്ഥാനവർഗമായ കർഷകരെയും ഈ നാട്ടിന് ഉപകാരമുള്ള മറ്റ് തൊഴിലാളികളെയും അതിൻ്റെ ആളുകളെയും വളർത്താൻ ഇവിടുത്തെ സർക്കാരിൻ്റെ മുമ്പിൽ എന്താ ഉള്ളത്? ഇവർക്ക് കൊടുക്കുന്ന അവാർഡുകൾ എത്രയാണ്? എത്ര ലക്ഷത്തിൻ്റെയും കോടികൾ അവാർഡ്. എന്താണ് ഇവർ സമൂഹത്തിന് നൽകുന്നത്? നമ്മുടെ സമൂഹത്തിൻ്റെ സാംസ്കാരിക തകർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നു എന്നതാണ് ആ കലാകാരന്മാർ എന്ന പേരിൽ നടക്കുന്ന ആളുകൾ ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും ഒഴുക്കിൻ്റെ പിന്നാലെ ചെറുപ്പക്കാർ തകരുന്നതിൽ യാതൊരു അതിശയവുമില്ല. മറ്റൊന്നല്ല, ഇൽഹാദുർ റൂഹി, ആത്മീയ യുക്തിവാദമാണ്. ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. യുക്തിവാദം എന്ന് പറഞ്ഞാൽ മതത്തെ നിഷേധിക്കുന്നു. പക്ഷേ ഇവർ ആത്മീയമായിട്ട് എങ്ങനെ യുക്തിവാദം? അതിന് നമ്മളെ നാട്ടിൽ അതിൻ്റെ 70ഓളം അപ്ലിക്കേഷനുകൾ നമ്മുടെ മുസ്ലിം ലോകത്ത് നടക്കും. ഈ ആത്മീയ യുക്തിവാദത്തിൻ്റെ ഞാൻ കുറച്ച് പേര് പറയാം. ആ സാധനം എന്താണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലതൊക്കെ മനസ്സിലാവും, ചിലത് മനസ്സിലായില്ല. എന്താണ് ഈ ആത്മീയ യുക്തിവാദം ഉദ്ദേശിക്കുന്നത്? നേരിട്ട് യുക്തിവാദമല്ല, പക്ഷെ ആ സംഗതി നമ്മൾ നടപ്പാക്കുന്നതിലൂടെ അള്ളാഹു നമ്മളെ തലച്ചോറിൽ നിന്ന് നഷ്ടപ്പെടുകയും വേറെ പല ബദൽ സംവിധാനങ്ങൾ ആ സ്ഥാനത്ത് വരികയും ചെയ്യും. നമ്മളറിയാതെ അത്തരം ട്രെയിനിങ്ങുകളും അത്തരം പരിപാടികളും നിരന്തരമായിട്ട് നമ്മുടെ കേരളത്തിലും അറബ് നാട്ടിലും ലോകത്തൊട്ടാകെയും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് യോഗ, ഒന്ന് ആക്സിസ് ബാർ, സബ്ലിമിനൽ, ടിൻ ഫ്ലെയിം അഥവാ ഇരട്ട ജ്വാല. ഇതൊക്കെ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അറിയാത്ത ഭൂരിപക്ഷം ആൾക്കാർ. ഹോഴ്സ്കോപ്പ്, അതായത് ഖിറാഅത്തുൽ അബ്റാജ്, രാശി പാരായണം, രാശി വായിച്ചിട്ട് അവൻ്റെ ഭാവിയും ബോധം വർത്തമാനമൊക്കെ തീരുമാനിക്കുന്ന പരിപാടി. ടാരോട്ട് കാർഡ് എന്നൊരു കാർഡ്. ആ കാർഡ് എടുത്താൽ അവൻ്റെ സൗഭാഗ്യവും ദൗർഭാഗ്യവും ഒക്കെ ആ കിട്ടിയ കാർഡിനനുസരിച്ച് പ്രവചിക്കുന്ന കാർഡുകൾ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നതാണ്. അൽ ഇലാജു ബിൽ അഹ്ജാർ, രത്നം കൊണ്ട് അതുപോലുള്ള അമൂല്യ കല്ലുകൾ കൊണ്ടുള്ള ചികിത്സ. അൽ ഇലാജു ബിൽ അൽവാൻ, കളർ തെറാപ്പി, കളർ കൊണ്ട് ചികിത്സ. കേരളത്തിലുള്ള ചികിത്സയാണ് ഞാനീ പറഞ്ഞത്, സുജോക്ക് എന്നൊക്കെ പറയും. അതുപോലെ ചക്രാബാദ്, തൻലീഫ് ചക്രാത്ത്, ഹൈന്ദവ ദർശനം അനുസരിച്ച് ഷഡ് ചക്രങ്ങളുണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ. ഈ ചക്രങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടാൽ അവൻ ആത്മീയമായി ഉന്നതമായ വിധാനത്തിലെത്തും. ആ ചക്രങ്ങൾക്ക് കേടുവരുമ്പോൾ മനുഷ്യൻ ധാർമ്മികമായി തകരും. അവൻ്റെ പോസിറ്റീവ് എനർജി, മറ്റേ എനർജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അതുപോലെ മെഡിറ്റേഷൻ, NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, ഇതൊക്കെ ജൂതന്മാരുണ്ടാക്കിയ നമ്മളെ കേരളത്തിലെ മുസ്ലിംമാരും മൗലവിമാരും ഒക്കെ വാരിപ്പുണരുന്ന, അതുകൊണ്ട് എല്ലാം നേടാമെന്ന് വിചാരിക്കുന്ന സംവിധാനങ്ങളാണ്. നമ്മൾ കേരളത്തിൽ വളരെ വ്യാപകമായി പല മൗലവിമാരും അതിന് നേതൃത്വം നൽകുന്നത്. അതായത് പോസിറ്റീവ് എനർജി ഉണ്ടായാൽ ഈ പോസിറ്റീവ് എനർജി കൊണ്ട് ഇവരുദ്ദേശിക്കുന്നത് എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കുക. ഇവർ ശരിക്കും ഉദ്ദേശിക്കുന്നത് പിശാച്ചിനാണ്. ആ പിശാച്ച് നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടിയാൽ നമുക്കെല്ലാം നേടാം. പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല? അള്ളാഹുവിലും അന്ത്യനാളിലും പിന്നെ ഗൈബിലും അതുപോലെയല്ല. അള്ളാഹുവിൻ്റെ വിധിവിശ്വാസത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമിനെ അവനെ വിധിവിശ്വാസത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിധിക്കനുസരിച്ച് എൻ്റെ ഭാഗ്യ സൗഭാഗ്യങ്ങളുള്ളൂ എന്ന് വിശ്വസിക്കുന്നവനോട് പറയുന്നു, എനിക്ക് പോസിറ്റീവ് എനർജി ഉണ്ടായാലും എനിക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല, നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒന്നുമില്ല. എൻ്റെ ഈമാൻ പോയോ? ഇതാണ് ഈ സംവിധാനങ്ങൾ. നമ്മളറിയാതെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇത്തരം സംവിധാനങ്ങളാണ്. റേക്കി, ഇലാജു ബിത്താഖ, എനർജി ഹീലിംഗ്, എനർജി കൊണ്ടുള്ള ചികിത്സ.
ലോ ഓഫ് അട്രാക്ഷൻ, ഖാനൂനുൽ ജദ്ബ്, ആകർഷണ സിദ്ധാന്തം, അതൊരു വേറൊരു ആപ്ലിക്കേഷനാണ്. യിൻ യാങ്, ചൈനയിൽ നിന്ന് നമ്മുടെ നാട്ടിലൊക്കെ എത്തിയൊരു ആപ്ലിക്കേഷനാണ്. ടെലിപ്പതി, തഹാത്തുർ, ലോകത്തുള്ള അമേരിക്കയിലുള്ള ഒരാളോട് എനിക്ക് സംസാരിക്കാം, പൈശാചിക സംവിധാനത്തിലൂടെ നടത്തുന്നത്. പക്ഷേ ഇതൊക്കെ ചികിത്സയായി, ചികിത്സയുടെ പേരിൽ സമൂഹത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? വിങ്ഷെ, മാക്രോബയോട്ടിക്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സുകളിൻ്റെ പേരിൽ നടക്കുന്ന പല പരിപാടികൾ, മോട്ടിവേഷൻ, തേർഡ് ഐ ഓപ്പണിങ്, മൂന്നാം കണ്ണ് തുറക്കൽ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ പ്രോഗ്രാമുകളാണ്. ഹിപ്നോട്ടിസം, മെൻ്റലിസം, വലിയ കേരളത്തിലെ ഏറ്റവും വലിയ മതകലാലയത്തിൻ്റെ വാർഷിക പരിപാടിയിൽ ഒരു ഉസ്താദ് മെൻ്റലിസം അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷം. ദീൻ പഠിപ്പിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനത്തിൽ ദീനിൻ്റെ വിരുദ്ധമായ ഇത്തരം പൈശാചിക പദ്ധതികൾ അറിയാതെ ആളുകളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അറിവില്ലായ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം. അല്ല ഇത്തിസാലു ബിൽ കൗൻ, കൈനൂനത്ത് എന്നാൽ ജിന്ന് പിശാച്ചാണ്. ഈ കൈനൂനവുമായി ബന്ധപ്പെടാനുള്ള ട്രെയിനിങ്, ഇതൊക്കെ നമുക്ക് ട്രെയിനിങ് പോയാൽ കിട്ടും. ആസ്ട്രൽ പ്രൊജക്ഷൻ, ഓജോ ബോർഡ്, EFT. ഇപ്പോൾ തെക്കൻ കേരളത്തിലൊരു ഉസ്താദ് എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നാട്ടിലെ ഉസ്താദുമാരൊക്കെ ഇപ്പോൾ EFT ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. എന്താ EFT എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. അറബി ലോകത്ത് ഇതിൻ്റെ പേരിൽ നടക്കുന്ന മറ്റൊരു തട്ടിപ്പാണ് തത്ബീഖു അസ്മാഇൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന എന്നെ പ്രോഗ്രാം, പേര് നല്ല പേരല്ലേ, പക്ഷെ നടക്കുന്നത് പൈശാചികതയാണ്. അപ്പോൾ ഈ രീതിയിൽ മുസ്ലിം ലോകത്തെ ആത്മീയമായി മതനിരാസത്തിലേക്ക് തള്ളിവിടുന്ന 80ഓളം പ്രോജക്റ്റുകൾ ഡോക്ടർ തൽഹത്ത് ഐസം അദ്ദേഹത്തിൻ്റെ അൽ ഇൽഹാദുർ റൂഹി എന്ന പുസ്തകത്തിൽ അല്ലെങ്കിൽ അതുപോലുള്ള പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. ഇതിലൊക്കെ പോയി ചാടുന്ന നമ്മുടെ കേരളത്തിലെ മൗലവിമാരും മുസ്ലിയാമാരും അവർ പിന്നെ പൊതുജനങ്ങൾ ആ രീതിയിൽ മിമ്പറിന്മേൽ നിന്ന് വെച്ച് ഇതിൻ്റെ പദ്ധതി അനുസരിച്ച് എന്ത് ചെയ്യുന്നു, സമൂഹത്തിൽ പ്രചരിപ്പിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ആൾ. ഡോക്ടർ യൂസുൽ കർലാവി, ഇഖ്വാനി പണ്ഡിതൻ വരെ ഇതൊക്കെ കുഫ്റാണെന്ന് ഫത്വ കൊടുത്ത കൊല്ലങ്ങൾക്ക് മുമ്പ്. ആ സാധനമാണ് ഇവിടെയുള്ള സലഫികൾ എന്ന് പറയുന്ന ആളുകൾ പോലും ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള ആദർശ അല്ലെങ്കിൽ സാംസ്കാരികമായ ഷിർക്കും കുഫറും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നടമാടുന്നു. ഇതൊക്കെയാണ് യഥാർത്ഥ സാംസ്കാരിക അധിനിവേശം. ഇതാണ് സാമ്രാജ്യത്വ അധിനിവേശത്തേക്കാൾ നമുക്ക് പരിക്കുണ്ടാക്കുന്നത്. സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ഇപ്പോൾ ഫലസ്തീനിൽ നടക്കുന്ന അധിനിവേശം. ഇത് ചരിത്രം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. 1800കളിൽ അല്ല 1492 സ്പെയിനിൽ ജൂതന്മാരെ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ സ്പെയിനിലെ ജൂതന്മാരെ അന്നത്തെ തുർക്കികൾ, ഉസ്മാനികൾ അവരുടെ രാജ്യത്തിലേക്ക് വിളിച്ചു വരുത്തുകയും അങ്ങനെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അവർക്ക് അഭയം നൽകുകയും ചെയ്തു. 1492. 1660 പോളണ്ടിലും ഉക്രൈനിലും ഇതുപോലെ വംശീയ ഉന്മൂലനം ജൂതന്മാർക്കെതിരെ നടത്തിയപ്പോൾ അപ്പോഴും തുർക്കികൾ അവരൊക്കെ വിളിച്ചിരുത്തിയിട്ട് തുർക്കി, ഖുദ്സ്, സഫദ്, യാഫ, കെയ്റോ തുടങ്ങിയ മുസ്ലിം സ്ഥലങ്ങളിൽ അതിൽ കൂടുതലും ഖുദ്സ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരം ഇവിടെയൊക്കെ കൊടുത്ത് കുടിയേറ്റി. ഈ കുടിയേറ്റിയവർ 1910 ആയപ്പോഴത്തിന് ഖുദ്സിൽ ജൂതന്മാർക്ക് ഭൂരിപക്ഷവും മുസ്ലിങ്ങൾ ന്യൂനപക്ഷവുമായി. കാരണം ആയിരക്കണക്കിന് സെറ്റിൽമെൻറ്റുകൾ യൂറോപ്യൻ പണക്കാരായ ജൂതന്മാർ ഈ ഖുദ്സിൽ വന്ന് സ്ഥാപിച്ചു. ഇത് തടയേണ്ട ആളായിരുന്നു ഉസ്മാനിയ ഖലീഫ, അയാളെ തടഞ്ഞില്ല. അതുകൊണ്ട് ഖുദ്സ് ആരുടെ കയ്യിലായി? ഖുദ്സിലെ സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലുകളും ഫാക്ടറികളൊക്കെ ജൂതന്മാർ നിറച്ചു. 20 മില്യൺ ഹെക്ടർ ഖുദ്സിൽ ജൂതന്മാർ വില കൊടുത്ത്, പൊന്നും വില കൊടുത്ത് വാങ്ങി.
തുർക്കി സുൽത്താന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു, അബ്ദുൽ ഹമീദ് രണ്ടാമന്. അപ്പോൾ അയാൾ കണ്ണിമ്പി. ഹെഡ്സൽ എന്ന് പറഞ്ഞ സയണിസത്തിൻ്റെ ആചാര്യൻ, സയണിസം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ച ആളെന്ത് ചെയ്തു, 6 വട്ടം സുൽത്താനുമായി ചർച്ച നടത്തി സുൽത്താനെ മൗനിയാക്കി. സുൽത്താൻ്റെ സാമ്പത്തിക പ്രയാസത്തിന് അയാൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പല രാജ്യങ്ങളുടെ എംബസികളിലൂടെ, യൂറോപ്യൻ എംബസികളിലൂടെ ലോകത്തുള്ള ജൂതന്മാരെല്ലാം, ക്രിസ്ത്യാനികളെ പുറത്താക്കിയ ജൂതന്മാരെല്ലാം ബൈത്തുൽ മുഖദ്ദസിലും പരിസരത്തും ഒക്കെ ഒരുമിച്ച് കൂടി അവർ വലിയ ശക്തിയായി. 2020 ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നപ്പോൾ ബ്രിട്ടൻ ഖുദ്സിൻ്റെ ഭരണം ഏറ്റെടുത്തു. 1920 മുതൽ 1948 വരെ ബ്രിട്ടനാണ് ഖുദ്സ് ഭരിച്ചത്. ആ സമയത്ത് അവരെല്ലാ സൗകര്യം ജൂതന്മാർക്ക് ചെയ്തു കൊടുത്തു. 48 ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചു. ഇതാണ് ഇന്നത്തെ ജൂതന്മാരുടെ മേധാവിത്വം ഖുദ്സ് എന്ന പ്രദേശത്ത് വരാൻ കാരണം. ഇത് നമ്മളെ അധിനിവേശത്തിൻ്റെ ചരിത്രമാണ്. ഇതിന് മുസ്ലിങ്ങളെ, പക്ഷെ നമ്മളിന്നിപ്പോൾ പിന്നെ ഫലസ്തീനിലെ പീഡനം നമ്മളെ പത്രങ്ങൾ ഭയങ്കരമായിട്ട് വാർത്തയാക്കുന്നു. ഫലസ്തീനിലെ ജൂതന്മാർ 1948 മുതൽ 2025 വരെ കൊന്നൊടുക്കിയത് 70 ലക്ഷം ആൾക്കാർ, അല്ല 70,000 ആൾക്കാരാണ്. പക്ഷെ അല്ലെങ്കിൽ 1 ലക്ഷം ആളെയാണ്, അല്ലെങ്കിൽ 1.5 ലക്ഷമാണ്. പക്ഷേ കേവലം 7 വർഷം കൊണ്ട് ഹൂസികൾ, ഷിയാക്കൾ യമനിൽ മാത്രം കൊന്നൊടുക്കിയത് ഈ ജൂതന്മാർ 75 വർഷം കൊണ്ട് കൊന്നൊടുക്കിയതിൻ്റെ 7 ഇരട്ടി സുന്നികളെയാണ്. പക്ഷെ നമ്മളാരും അറിയില്ല, കാരണം വാർത്ത പത്രത്തിൽ വരൂല. 20 ലക്ഷം സുന്നികളെയാണ് ബഷാറുൽ അസദും ഇറാൻ്റെ കിങ്കരന്മാരും അതുപോലുള്ള ഹിസ്ബുള്ളയുടെ ആൾക്കാരെല്ലാം കൂടി സിറിയയിൽ കൊന്നൊടുക്കിയത്. നമ്മളാരെയും വാർത്ത വായിച്ചോ? ഇല്ല. അപ്പോൾ ഇവിടെ വാർത്ത വരുന്ന വാർത്ത നമുക്കറിയുള്ളൂ, മൂടി വെക്കപ്പെടുന്ന വാർത്തകളൊന്നും നമുക്കറിയില്ല. കാരണം അത് ഷിയാക്കൾ സുന്നികളെ കൊന്ന ചരിത്രം, അതിൽ അറിയാൻ ലോകത്തിന് താല്പര്യമില്ല. സദ്ദാം ഹുസൈനെ 2003 പുറത്താക്കി പോൾ പ്രൈമർ എന്ന അമേരിക്കൻ താൽക്കാലിക ഭരണാധികാരി സീസാനിയെയും മുക്തദ സദർ എന്ന ഷിയ നേതാക്കളോട് ചർച്ച ചെയ്ത് സദ്ദാമിനെ തൂക്കിക്കൊന്നു. എന്നിട്ട് ആ ഭരണം നൂരി മാലിക് എന്ന ഷിയാക്ക് കൊടുത്തു. അയാൾ 10-20 ലക്ഷം സുന്നികളെ കൊന്നൊടുക്കി. ഇപ്പോൾ അവിടെ വലിയ ഒന്നിച്ചു ശ്മശാനങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാഖിൽ. അന്നത്തെ സുന്നികളെ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് കൂട്ടമായിട്ട് മറമാടിയ ശ്മശാനങ്ങൾ. പക്ഷെ അത് നമ്മളെ നാട്ടിൽ പത്രത്തിൽ വരാത്തത് കൊണ്ട് നമ്മളാരും അറിഞ്ഞില്ല. ഈ രീതിയിൽ അന്ന് അമേരിക്കയാണ് ഈ സദ്ദാമിനെ കൊന്ന് ഷിയാക്കളെ കയ്യിൽ ആ രാജ്യം വെച്ചു കൊടുത്തത്. ഇവിടെയും ജോർജ് ബുഷും പിന്നെ ഒബാമയുമാണ് സിറിയയിലും ബഷാറിൻ്റെ സുന്നികളെ കൊല്ലാൻ സഹായിച്ചത്. പക്ഷേ ഇത് ചരിത്രം പത്രങ്ങളിൽ വരാത്തതുകൊണ്ട് നമ്മളാരും അറിയുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഇസ്രായേലിൻ്റെ ഫലസ്തീൻ്റേത് വലിയ രീതിയിൽ കവറേജ് കിട്ടുന്നത് കൊണ്ട് നമ്മളത് അറിയുന്നു. അത് നമ്മളെ സഹോദരങ്ങളാണ്, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്, നമ്മൾ ദുഃഖിക്കേണ്ടതാണ്. പക്ഷേ ഇതിനുള്ള പരിഹാരം എന്താണ്? ഇപ്പോൾ പല പരിഹാരങ്ങളും വരുന്നുണ്ട്. യഥാർത്ഥ പരിഹാരം അവർ ഇസ്ലാമിലേക്ക് മടങ്ങുക എന്നുള്ള, അള്ളാഹുവിൻ്റെ സഹായത്തിന് അർഹരാകുക എന്നുള്ള. ഉമർ ഇബ്നുൽ ഖത്താബാണ് ബൈത്തുൽ മഖ്ദിസ് ഫതഹ് ആക്കിയത്. ഈ ഉമർ ഇബ്നുൽ ഖത്താബിനെ ലഅനത്ത് ചെല്ലുന്ന ഷിയാക്കളുടെ ഇറാൻ്റെ കൂടെ ഹമാസ് സഹകരിച്ചുകൊണ്ട് അവിടെ യുദ്ധം ചെയ്താൽ അവരൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് എങ്ങനെ കിട്ടും? അവർ എന്നാണോ അവരുടെ വിശ്വാസം ശരിയായ രീതിയിൽ, അത് ഫലസ്തീനികളെ മാത്രം പ്രശ്നമല്ല, മലപ്പുറത്തുകാരും ആ പാതയിലൂടെ മുന്നേറിയാൽ അവർക്കും അതുപോലുള്ള പരീക്ഷണം വരും. അതിനെ അമേരിക്കയെ കുറ്റപ്പെടുത്തിയിട്ടോ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളെന്നാണോ ഇൻതൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് നടന്നാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. സബ്ബിത്ത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും. അതല്ലാത്തൊരു സമാന്തര പരിഹാരം നമ്മുടെ പ്രശ്നങ്ങൾക്കില്ല. കാരണം ലോകത്ത് വിജയിക്കണമെങ്കിൽ ഒന്ന് അവരുടെ വിശ്വാസം. സഹാബികൾ കുറഞ്ഞ ആളുകൾ വലിയ ആളുകളോട് ജയിച്ചത് വിശ്വാസം കൊണ്ടാണ്, ആയുധം കൊണ്ടല്ല. 2 ആയുധം. ഒരു കൂട്ടർക്ക് കൂടുതൽ ആയുധമുണ്ട്, മറ്റവർക്ക് വിശ്വാസവും ഇല്ല, ആയുധം ഇല്ലെങ്കിൽ ആയുധമുള്ള ജയിക്കും. അതല്ല ഒരു കൂട്ടർ കുറഞ്ഞ ആയുധമുള്ളൂ, പക്ഷേ അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു ആ കുറഞ്ഞ ആളുകളെ വലിയ ശക്തിയുടെ മുമ്പിൽ ജയിപ്പിക്കും.
ഇത് രണ്ടുമില്ലെങ്കിൽ ഇന്ന് പലസ്തീനിലും അതുപോലുള്ള മ്യാൻമാറിലും മുസ്ലിം ലോകത്ത് നടക്കുന്ന അപമാനങ്ങൾ നമ്മളെ ദീനിനെ, വിശ്വാസത്തെ മാറ്റി നിർത്തിയത് കൊണ്ട് നമുക്ക് വന്ന, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെന്നാ ജയിച്ചതെന്ന്. സഹാബികളുടെയും താബികളുടെയും കാലത്ത് മാത്രമാണ് നമ്മൾ ജയിച്ചത്. പിന്നെ അതിന് ശേഷം ഒരുപാട് രാജ്യങ്ങൾ ഇവിടെ വന്നല്ലോ, സാമ്രാജ്യങ്ങൾ. ആ കാലത്തൊക്കെ നമ്മൾ ലോകത്ത് വിജയിച്ചോ? അബ്ബാസികൾക്ക് ശേഷം സൽജൂക്കികൾ, ബുബൈഹികൾ, ഫാത്തിമികൾ, ഹമദാനികൾ, ഗോറികൾ, ഗസിനികൾ, മുഗളന്മാർ, ഈ കാലത്തൊക്കെ നമുക്ക് ലോകം വെട്ടിപ്പിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? വെട്ടിപ്പിടിച്ച രാജ്യം നിലനിന്നിട്ടുണ്ടോ? ഇല്ല. കാരണം വിശ്വാസം, കലർപ്പുള്ള വിശ്വാസം, സൂഫിസവും ഷീസവും കലർന്ന വിശ്വാസമാണ് സഹാബത്തിനും താബികൾക്ക് ശേഷം മുസ്ലിം ലോകത്തുണ്ടായത്. ഈ ഉസ്മാനികളൊക്കെ ഭയങ്കര പിഴച്ച വിഗ്രഹാരാധനയുടെ സ്വാധീനമുള്ള ബക്താഷി തരീക്കത്തിൻ്റെ ആൾക്കാരായിരുന്നു. ബക്താഷി തരീക്കത്തിൽ ഷീസ് ഉണ്ട്, സൂഫിസ് ഉണ്ട്, വസനീയത്തുണ്ട്. നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സംസ്കാരം പോലെയുള്ള വിഗ്രഹാരാധന ഇതൊക്കെ അടങ്ങിയ ഒരു തരീക്കത്ത് നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനം വിജയിക്കാൻ പോകുന്നില്ല. വിശ്വാസ സംസ്കരണത്തിലൂടെ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോഴാണ് സ്പെയിൻ നമുക്ക് പോയത്, ഇന്ത്യ നമുക്ക് പോയത്, പല സംസ്കാരങ്ങളും മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് പോയത്. അപ്പോൾ നമ്മളെ ആഭ്യന്തര പ്രശ്നങ്ങളും ആഭ്യന്തര ശൈഥില്യവും ദൗർബല്യവും തിരിച്ചറിഞ്ഞ് ഈമാനികമായൊരു തലമുറയെ പള്ളികൾ കേന്ദ്രീകരിച്ച് ദീൻ പഠിപ്പിക്കുന്ന തലമുറയെ വാർത്തെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട പ്രതാപവും നമ്മുടെ തോൽവിയെ വിജയമാക്കുവാനും സാധിക്കുകയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ.